പ്രിയപ്പെട്ട കാനായ സമുദായ പക്ഷ നിലപാടുള്ള എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ആദ്യം തന്നെ UK-യുടെ ഘടകത്തിന്, KSSന്റെ ഘടകത്തിന് ഒരു വഴിത്തിരിവായത് മെയ് മാസം 8-ാം തീയതി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. ഞാനും ഇവിടെ സ്വാഗതം പറഞ്ഞ ജോയ് ചേട്ടനും സണ്ടർലാൻഡിൽ നിന്നുള്ള ഷാജു ചേട്ടനും റൂബി ചേച്ചി, വെയ്റ്റ്ഫീൽഡിലുള്ള റൂബി ചേച്ചിയും കൂടെയാണ് KSS UK-യുടെ ഒരു ഘടകത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അത് വെറും 4 പേരെ തുടങ്ങി 40 പേരിൽ ജൂൺ 28-ാം തീയതി ബിർമിംഗ്ഹാമിൽ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ച് കൂടുകയും അവിടെ നിന്ന് നാഷണൽ കോർഡിനേറ്ററായി വളരെ സംഘാടകനും കർമ്മധീരനുമായ മുൻ UKKC ഭാരവാഹിയുമായ റീജോണെ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ഈ യാത്ര ആരംഭിച്ചു. അതിൽ ഏരിയ കോർഡിനേറ്റേഴ്സായിട്ട് 4 പേരെ തെരഞ്ഞെടുത്തു. അതിൽ നിന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആദ്യകാലത്ത് നിന്ന് ഞങ്ങളെ 6 പേരെയും കൂടെ ചേർത്ത് ഒരു 12 പേരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് ഇത് തുടങ്ങിയത്. ഇന്നിവിടെ 300 പേര് ഈ KSS UK-യുടെ ഘടക ഈ സെമിനാറിലും ഫാമിലി സംഗമത്തിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 900 പേര് പുറത്തു നിന്ന് ഇത് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് KSSന്റെ സത്യസന്ധമായ നേരിൻ്റെ മുഖമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും എനിക്കിനി പറയാനുള്ള 1-2 കാര്യങ്ങൾ നമ്മുടെ കാനായ സമുദായ സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറായി KSSന് രൂപം കൊടുക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച ആരാധ്യനായ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ മോൻസി കുടിലിൽ, അദ്ദേഹത്തിന് വളരെ തിരക്കുള്ളൊരു ബിസിനസ്മാനാണ്. അദ്ദേഹവുമായി ഞാൻ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സമുദായത്തിനെ തീവ്രമായി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പലർക്കും സമുദായത്തെക്കുറിച്ചുള്ള അവബോധം ഇല്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ കുറവ്. അത് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് അവരെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ രൂപതാ നേതൃത്വത്തിന് എന്തെങ്കിലും പാളിച്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടുപലകയായി നമ്മൾ നിലകൊള്ളണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഇന്ന് കേരളത്തിൽ, അമേരിക്ക, ഓസ്ട്രേലിയ, UK, ഇറ്റലി ഇത്രയും രാജ്യങ്ങളിൽ ലോകമെമ്പാടുമുള്ള കാനാ ജനത KSSനെ ഏറ്റെടുക്കുവാനുള്ള കാരണം. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ശ്രീ മോൻസി ചേട്ടായിനെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. രണ്ടാമത്, KSS UK-യുടെ ഭരണഘടനാ ചെയർമാൻ ശ്രീ സനൽ ജോർജ് ചെമ്മനക്കുടി. അദ്ദേഹത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അറുന്നൂറ്റിമംഗലം സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം അധ്വാനത്തും കൊണ്ട് കോട്ടയം രൂപതയുടെ ഒരു ആനുകൂല്യങ്ങളും മേടിക്കാതെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് പഠിച്ച് ഇന്ന് കാനായ സമുദായത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ തെക്കും ഭാഗ ചരിത്രത്തിൽ ഗവേഷണം നടത്തി ജനങ്ങളിലും വൈദികരിലും പിതാക്കന്മാരിലും എത്തിക്കുന്ന അദ്ദേഹത്തിനും ഒരു വലിയ നന്ദി തന്നെ ഞങ്ങൾ പറയുന്നു. രക്തം നൽകിയും ജീവൻ നൽകിയും തെക്കും ഭാഗ സമുദായത്തെ പിടിച്ചു നിർത്താൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, അവരെയും നമുക്കാർക്കും വിസ്മരിക്കാൻ പറ്റുന്നവരല്ല. ഇവിടെ കാലാകാലങ്ങളായി കഴിഞ്ഞ 2000 മുതൽ ഇന്ന് വരെ എടുത്തു കഴിയുമ്പോൾ സംഘടനകൾ ഉണ്ടാകുന്നു. മാതൃസംഘടനയായ UKKC ഉണ്ടായി. നമ്മളെല്ലാവരും അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന വിള്ളലുകൾ ചോദ്യം ചെയ്യാൻ അതിൽ 10ഓ 15ഓ പേരുകൾ മാത്രമാണ് അന്നും ഇന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ 15 പേരിൽ 12 പേരെ ഈ KSS കാനായ സംരക്ഷണ സമിതിക്ക് കിട്ടി എങ്കിൽ അത് തീർച്ചയായിട്ടും കോട്ടയം രൂപതയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്രയും നാള് ഈ നിമിഷം വരെ 400 നിന്ന് 250-300 പേരിലേക്ക് വരുന്നിടം വരെ, അല്ലെങ്കിൽ ഈ ഫാമിലി സംഗമം എത്തിച്ചേരുന്നിടം വരെ എൻ്റെ കൂട്ടത്തിൽ സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഒരു നന്ദി അർപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. തെക്കുംഭാഗ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ച് ജന്മം കൊണ്ടും കർമ്മമായ സ്വയംവംശ വിവാഹനിഷ്ഠയിലൂടെ പുതിയ തലമുറകളെ സൃഷ്ടിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, വാത്സല്യം നിറഞ്ഞ തെക്കൻ്റെ വാഗ്ദാനങ്ങളായ പുതിയ തലമുറയും തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ ആദരിക്കുകയാണ്.
അവരാണ് നമ്മുടെ സമുദായത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും, അതാണ് നമ്മുടെ ജന്മം കൊണ്ടുണ്ടായ ആ തെക്കുഭാഗ സമുദായത്തെ കർമ്മം കൊണ്ട് നിലനിർത്തുന്നവർ. തീർച്ചയായിട്ടും അവർക്കും ഈ അവസരത്തിൽ ഒരു ചെറിയ നന്ദി എൻ്റെ വ്യക്തിപരമായി നൽകുന്നു. നമ്മുടെ പിതാമഹനിലൂടെ നമ്മൾ തെക്കുംഭാഗരായി യഹൂദ വംശത്തിലെ ക്രിസ്ത്യാനികളായി നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ വായിച്ചു കേട്ട ബൈബിളിലും സ്വവംശ വിവാഹ നിഷ്ഠയെ പറ്റി ആണ് ഇന്നിവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ യഹൂദ ക്രിസ്ത്യാനികളായി നമ്മൾ കടന്നു വരുമ്പോൾ ബൈബിളിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തെളിവ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഏതെങ്കിലും ക്ഷുദ്രശക്തികളോ ബാഹ്യശക്തികളോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ KSSUK അതിന് വില കൊടുക്കില്ല. അത് എന്ത് വില കൊടുക്കും എതിർക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സമുദായത്തിന്റെ ഉത്ഭവത്തിന് ശേഷമാണ് സഭയുടെ ആവിർഭാവം സംഭവിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ സമുദായത്തിന്റെ വ്യതിരക്തത സഭാ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങളുടെ ചിന്ത അതായിരിക്കണം. അതിനുള്ള വഴിയാണ് സൺലൈറ്റൻ ഞാൻ ആരാണ്, ഞാൻ എന്താണ് തെക്കുംഭാഗൻ എന്ന് നിങ്ങളെ അറിയിച്ചു തന്നത്. നിങ്ങളിലൂടെ വേണം ഇനിയുള്ള കാനായ ജനത അല്ലെങ്കിൽ തെക്കുംഭാഗ ജനത UK-യിലോ നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരോട് പറയണം നമ്മൾ എങ്ങനെയുണ്ടായി, എന്താണ് തെക്കുംഭാവൻ, ആ തെക്കുംഭാവന്റെ കർമ്മം എന്താണ്, ജന്മം എന്താണ്. അതൊന്ന് ആവർത്തിച്ച് നമ്മുടെ സ്വാഗതഗാനമായ ഹൃദയത്തിൻ തിരി, പൈതൃകത്തിന്റെ ആ തിരി നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും കെടാതെ സൂക്ഷിക്കണമെന്നും ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളണം. സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിച്ചിരിക്കുന്ന ചില നിലപാടുകൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കണ്ടപ്പോൾ കാനായ പക്ഷ നിലപാടുള്ള സമുദായ സ്നേഹികളായ അൽമായരുടെ പൈതൃകത്തിന്റെ ആവിർഭാവമായിരുന്നു കാനായ സംരക്ഷണ സമിതി. അതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പൈതൃകത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആ പൈതൃകത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അൽമായ സംഘടന ഇത് ഒരു സംഘടനയ്ക്കോ എതിരല്ല. ഔദ്യോഗിക സംഘടന കത്തോലിക്കുമായിട്ട് ഇണങ്ങിച്ചേരുമ്പോൾ അൽമായരുടെ സംഘടന കത്തോലിക്കരായിട്ട് ഇണങ്ങിച്ചേരാതെ നിൽക്കുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത് വെറും തെറ്റാണെന്ന് ഇച്ചിരി മുമ്പ് മോൻസി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നമ്മുടെ പിതാക്കന്മാർ പറയുമ്പോൾ, സംഘടനയും സമുദായവും രണ്ട് വശങ്ങളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയും സഭയും സമുദായവും ഇപ്പൊ പോകുന്നത് ഒരു രീതിയിലാണ്. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിന് മാത്രമേ പോകുന്നുള്ളൂ. അതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ തിരുത്തലുകൾ മാറ്റി മുമ്പോട്ട് പോകുവാൻ കാനായ സംരക്ഷണ സമിതി മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെയും എൻ്റെയും വിജയമായി ഞാൻ ഇതിനെ കാണുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, കാരണം നിങ്ങൾ ഒരുപാട് പേപ്പർ കണ്ടാണ് ഞെട്ടിയിരിക്കാന്ന് എനിക്കറിയാം. നമ്മുടെ രക്തശുദ്ധി, വംശശുദ്ധി, ഇതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പൊ സ്വവംശ വിവാഹനിഷ്ഠയിലൂടെ കാത്തു പരിപാലിക്കുന്ന പാരമ്പര്യത്തിന്റെ ഒരു ഉടമയാണ്. നമ്മളത് നിലനിർത്തി വളർത്തി സഭയെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. തെക്കുംഭാഗ സമുദായത്തിന്റെ പൈതൃക സങ്കല്പത്തിന് നവീന ഭാവുകത്വം നൽകുന്ന സ്നേഹനിധികളുടെ ഊർജ്ജസ്വലതയുള്ള കൂട്ടായ്മയാണ് കാനായ സംരക്ഷണ സമിതി. കാനായ സമുദായ സംരക്ഷണ നവീനമായ ഒരു ഭാവുകത്വം പൈതൃകത്തിന്റെ പാരമ്പര്യത്തിലൂടെ നമുക്ക് തരികയാണ്. തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ ചരിത്രം തിരുത്തി കുറിക്കും എന്ന് തന്നെ ഞാൻ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് സംഘടനകളുടെയും ശക്തി അതിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബോധവൽക്കരണ സെമിനാറിൽ നമ്മുടെ അസ്തിത്വവും ആരാണെന്നുള്ള തിരിച്ചറിവും ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് സംരക്ഷണ സമിതിയുടെ പ്രതിനിധികളായി മാറി തെക്കുംഭാഗ സമുദായത്തെ രക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് UK-യിലെ ഞാൻ കാനായക്കാരനാണ് എന്ന് ഭംഗിവാക്ക് പറഞ്ഞ് സീറോ മലബാർ വൽക്കരിക്കാനോ സമുദായത്തെ തകർക്കാനോ ഏതെങ്കിലും വൈദിക നേതൃത്വമോ രൂപതാ നേതൃത്വമോ വന്നാൽ അവരെ തുടച്ചു മാറ്റിയിരിക്കും. ഇത് KSSന്റെ ഉറപ്പായിട്ട് നിങ്ങൾക്ക്
കൊണ്ടുപോകാനുള്ളത്. നമ്മുടെ പിതാമഹനായ കിനായത്തൊമ്പൻ്റെ അനുഗ്രഹവും ആശീർവാദവും നമ്മോടൊത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരം. ജയ് കാനായി.